പ്രിയരെ, എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 1 തിമോത്തിയോസ് 1-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ്. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ പറഞ്ഞിരിക്കുന്നു: ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. നോക്ക്, പിന്നെ ഇതിൻ്റെ ഒരു തെറ്റിദ്ധാരണ മാറ്റിയെന്ന് മാത്രമേ എൻ്റെ ഉദ്ദേശമുള്ളൂ. ആരെങ്കിലും ഒരാളെങ്കിലും കേൾക്കുന്നുവെങ്കിൽ, അതായത് ഈ പാപികളിൽ ഞാൻ ഒന്നാമനെന്ന് ഈ പൗലോസ് അപ്പോസ്തലൻ ഇപ്പോൾ പറയുമ്പോൾ ചില ഉപദേശിമാർ ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട്: നമ്മൾ ആത്മീയമായിട്ട് വളർന്നു വരുമ്പോൾ നമ്മൾ ഏതാണ്ട് പാപികളാണ്. എന്നിട്ട് ആത്മീയമായിട്ട് ഏറ്റവും ഉന്നതമായിരിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് നമ്മളെപ്പറ്റി ഒരു കാര്യം അറിയാൻ കഴിയും: നമ്മൾ പാപികളിൽ ഒന്നാമന്മാരാണ്. എന്ന് വെച്ചാൽ അപ്പോൾ, അതായത് നമ്മൾ ആത്മീയമായിട്ട് ഒത്തിരി വളർന്നു വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളത്തിലുണ്ടാകുന്ന ബോധമാണ് നമ്മൾ പാപികളിൽ ഒന്നാമനാണെന്നുള്ള അനുഭവം. പ്രിയപ്പെട്ട, ഇത് അങ്ങേയറ്റം തികച്ചും തെറ്റാണെന്നാണ് ഈ വചനത്തിൻ്റെ ആദ്യം തൊട്ട് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. ആ വചനം തുടങ്ങുന്നത് എങ്ങനെയാണ്? നമുക്കൊന്ന് വായിക്കാം. ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായിരിക്കുന്ന വചനം തന്നെ. അപ്പോൾ യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാനാണ് ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ പാപികളിൽ ഒന്നാമനായിരുന്ന എന്നെ യേശുക്രിസ്തു രക്ഷിച്ചു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. ഞാൻ യേശുക്രിസ്തുവിന്റെ രക്ഷ കണ്ടെത്തുന്നതും വരെയും പാപികളിൽ ഒന്നാമനായിരുന്ന ഒരു മനുഷ്യനാണ്. സ്തെഫാനോസിനെ കൊന്നത് വഴി, ദൈവദാസനായിരിക്കുന്ന സ്തെഫാനോസിനെതിരെ നിന്നത് വഴി ഒരിക്കലും ഈ രക്ഷയിലേക്ക് വരുവാൻ പോലും സാധ്യതയില്ലാതിരുന്ന ദൈവത്തിന്റെ 1-ാം നമ്പർ ശത്രുവായിരുന്നു. പാപിയിൽ ഒന്നാമനെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ 1-ാം നമ്പർ ശത്രുവായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. എന്നിട്ടും യേശുക്രിസ്തുവിന്റെ ആ സ്നേഹവും കരുണയും എൻ്റെ മേൽ കവിഞ്ഞൊഴുകി. ആ രക്തത്താൽ എന്നെ കഴുകി എനിക്ക് പാപമോചനം തന്ന് എന്നെ വിശുദ്ധനാക്കി എന്നാണ് ഈ വചനത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥം. ഞാനിപ്പോൾ വിശുദ്ധനാണ്. പാപിയിൽ ഒന്നാമനായിരുന്ന എന്നെ രക്ഷിപ്പാൻ യേശുക്രിസ്തു ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ പാപങ്ങളെ ചുമന്ന് കാൽവറി ക്രൂശിൽ മരിച്ചു. അതിൽ വിശ്വസിപ്പാൻ എനിക്ക് അവൻ കൃപ തന്നു. ഞാൻ അവനെ സ്നേഹിച്ചതല്ല, അവൻ എന്നെയാണ് ഇങ്ങോട്ട് സ്നേഹിച്ചത്. ഞാൻ അവനെ കണ്ടെത്തിയതല്ല, അവൻ എന്നെ കണ്ടെത്തുകയായിരുന്നു. സകല പ്രശംസയും കർത്താവിൽ അവൻ അർപ്പിക്കുകയാണ്. ഒക്കെ പ്രിയരെ, ഈ വചനത്തിന് മറ്റൊരു സൈഡ് കൂടിയുണ്ട്. അതെന്താണെന്നറിയാമോ? അതായത് തൻ്റെ ക്രിസ്തീയ ജീവിതം തൻ്റെ ആരംഭത്തിൽ മുതൽ ദമസ്കോസിന്റെ പടിക്കൽ വെച്ച് ഈ കത്തെഴുതുന്ന ഈ സമയം, തൻ്റെ അവസാന നാടുകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയം വരെയും ഞാൻ യേശുക്രിസ്തുവിനെ വിട്ട് പിന്മാറുവാൻ എനിക്ക് ഇടവന്നിട്ടില്ല. ഒറ്റ കാര്യമുള്ളൂ. എന്താണെന്നറിയാമോ? എഫേസസിൽ വെച്ച് ഞാൻ ഒത്തിരി അത്ഭുതം ചെയ്തു. എന്നിൽ കൂടെ ദൈവം ഒത്തിരി പ്രവർത്തിച്ചു. അങ്ങനെയാണ് പൗലോസ് എല്ലായിടത്തും ഞാൻ ചെയ്തെന്നല്ല, എന്നിൽ കൂടെ ദൈവം പ്രവർത്തിച്ച ഈ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നു. അപ്പോൾ നോക്ക്, പിന്നെ എന്നിൽ കൂടെ ദൈവം ചെയ്ത ഈ വൻ കാര്യങ്ങളിൽ ഞാൻ എന്നെ തന്നെ പ്രശംസിച്ചില്ല, ദൈവമാണ് എന്നിൽ കൂടെ ചെയ്തത്. നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ പ്രശംസിക്കാറുണ്ട്. നല്ലൊരു പ്രസംഗം കഴിഞ്ഞാൽ നല്ലൊരു പ്രസംഗം ചെയ്തു എന്നൊരു ബോധം വരുന്നുണ്ട്. നമ്മളെന്താണ്, എന്തെങ്കിലും ആരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ കുഞ്ഞിന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അവന് സൗഖ്യം കിട്ടി. എന്നാൽ പൗലോസിനെ നോക്കുവിന് ഈ എഫേസോസിൽ ഇത്രമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തിട്ടും താൻ എന്താണ്, ഇതെല്ലാം അന്നേരമേ അങ്ങ് വിട്ടുകളഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ യാദൃശ്ചിക മരിച്ചുപോയ ഒരു വ്യക്തിയുടെ മേൽ കരം വെച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവന് ജീവൻ മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി ജീവൻ മടങ്ങി വന്ന് അങ്ങ് ജീവിച്ചെഴുന്നേറ്റെന്ന് കൂട്ടിക്കുമോ? അന്നേരം മറന്നു കളഞ്ഞേക്കണം. കാരണം ഞാനല്ല, ദൈവമാണ് എന്നിൽ കൂടെ ചെയ്തത്. ഞാനൊരു ഉപകരണം മാത്രമാണ്. നമ്മുടെ ശരീരം ദൈവത്തിന് ഉപകരണമായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഒരു ശരീരം കൂടിയാണിത്. ഈ ശരീരമില്ലാതെ ദൈവത്തിന് ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. നിന്റെ ശരീരമില്ലാതെ ദൈവത്തിന് ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഒരു ശരീരം തന്നിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ആദ്യമേ ഒരു സംഭവം കണ്ടെത്തി, ആദ്യമേ ഒരു സത്യം മനസ്സിലാക്കി. അത് ആദ്യ ലേഖനമായിരിക്കുന്ന ഗലാത്യ ലേഖനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്: ഞാനോ എൻ്റെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും ഞാൻ പ്രശംസിക്കുവാൻ എനിക്ക് ഇടവരല്ല. നോക്ക്, പിന്നെ ഞാൻ മുഖാന്തരം ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തുകൊട്ടെ. ഞാൻ മുഖാന്തരം ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ പാപമോചനം നേടി ക്രിസ്തുവിലേക്ക് വന്നുകൊട്ടെ. എൻ്റെ പ്രസംഗം മുഖാന്തരം അതിലൊന്നും ഞാൻ പ്രശംസിക്കത്തില്ല, അതിലൊന്നും ഞാൻ എൻ്റെ ഹൃദയം വെക്കത്തില്ല. എൻ്റെ ഹൃദയം എല്ലായ്പ്പോഴും ആ ക്രൂശിലെ ക്രിസ്തുവിൽ തന്നെ വെക്കും. എന്താണ്? പാപിയിൽ ഒന്നാമനായിട്ട് എന്നെ ഇങ്ങനെ വിശുദ്ധനാക്കി തീർക്കേണ്ടതിന്, അവൻ്റെ രക്തം കൊണ്ട് എന്നെ കഴുകേണ്ടതിന് ആ രക്തം ചീന്തുവാൻ ക്രൂശിൽ മരിക്കേണ്ടി വന്നു. ആ ക്രൂശിലെ മരണത്തിലല്ലാതെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും യാതൊന്നിലും പ്രശംസിക്കത്തില്ല. ഞാൻ കൊടുക്കുവാനുള്ളവരെ, അല്ലെങ്കിൽ എന്താണ്, മറ്റുള്ളവർക്ക് വേണ്ടി നന്മകളെ സമ്പത്ത് കൊടുക്കാൻ ഒരു വരം എനിക്ക് നൽകി തന്നിരിക്കുന്നുവെങ്കിൽ ആ പണം ദൈവം എൻ്റെ കയ്യിൽ തന്നതുവഴി ഞാൻ ആ വരമുള്ളത് വഴിയാണെന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ഞാൻ ഒരാൾക്ക് വേണ്ടി 2 ലക്ഷം കൊടുത്തു, ഞാൻ പള്ളി പണിയാൻ വേണ്ടി 10,000 കൊടുത്തു. ഇതൊന്നും പ്രിയരെ പ്രശംസാ വിഷയമല്ല. ഇതെല്ലാം നിങ്ങളെ
നശിപ്പിച്ച് കളയും. അവസാനം നിങ്ങൾ ജഡികനായിട്ട് തീർന്ന് നരകത്തിലേക്ക് ഒടുങ്ങിപ്പോകും. പക്ഷേ ഒറ്റ കാര്യത്തിൽ പ്രശംസിക്കുക, നീ നിന്റെ വീട് മുഴുവൻ വിറ്റ് ദൈവത്തെ വേലയ്ക്ക് വേണ്ടി കൊടുത്തുവോ, അതിൽ പ്രശംസിക്കില്ല. പ്രശംസ ഒന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഞാനും എൻ്റെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും ഞാൻ പ്രശംസിക്കത്തില്ല. അതുകൊണ്ട് പറയുകയാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ശത്രുക്കളുടെ കൂട്ടത്തിൽ ഞാൻ ഒന്നാമത്തെ ശത്രുവായിരുന്നു. എന്നിട്ടും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് വഴി ഈ പാപിയെ രക്ഷിപ്പാനായിട്ടാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു എന്നുള്ള വചനം വിശ്വാസ്യമാണ്. അതെല്ലാവരും അംഗീകരിച്ചേ പറ്റൂ എന്നാണ് പൗലോസ് ശ്ലീഹ ഇവിടെ നമ്മളോട് പറയുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മളിപ്പോൾ ഇങ്ങനെ സ്നാനമേറ്റവർ ഇപ്പോൾ പാപിയിൽ ഒന്നാമനല്ല, ഇപ്പോൾ പാപമോചനം നേടിയ വിശുദ്ധന്മാരും ദൈവത്തിൻ്റെ മക്കളുമാണ് എന്നുള്ള ബോധ്യം ഏതൊരു പാപിയായിരിക്കുന്ന മനുഷ്യനും, അതായത് പള്ളിക്കാരും ഒക്കെ നമ്മൾ പറയത്തില്ലയോ അവർ പാപിയാണ്, ദോഷിയാണ്, അവർ വന്ന് പറയുമ്പോൾ അവർ പാപി ദോഷിയുമാണെന്ന് ഒരു ക്രിസ്തീയ പുരോഹിതൻ പോലും നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ കഴിയണം, ഞാൻ പാപിയും ദോഷിയുമായിരുന്നു, ഇപ്പോൾ ഞാൻ പാപിയും ദോഷിയുമല്ല, ഞാനിപ്പോൾ ദൈവത്തിൻ്റെ മകനും വിശുദ്ധനുമാണ്, ഞാനിപ്പോൾ വിശുദ്ധനാണെന്ന് ധൈര്യത്തോടെ പറയുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പ്രിയപ്പെട്ടവരെ ശരിയായിരിക്കുന്ന വിശ്വാസമല്ല. വിശുദ്ധനാക്കി നമ്മളെ പാപിയിൽ ഒന്നാമനായിട്ട് നമ്മളെ വിശുദ്ധനാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് പാപിയായിരുന്ന എനിക്കും വിശുദ്ധനായിരിക്കുന്ന ദൈവത്തിനും മധ്യേ നിന്ന് നമ്മുടെ പാപങ്ങളെ ചുമന്ന് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയായിരിക്കുന്ന മരണത്തിനേറ്റ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നത്. ഈ വചനങ്ങളിൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കേട്ട ഏവർക്കും നന്ദി.